ജനങ്ങളുടെ സ്വൈര്യജീവിതവും ഉന്നമനവും ഉറപ്പുവരുത്താനുള്ള അത്തരം പ്രവർത്തനങ്ങൾ അന്നത്തെ അധികാരി വർഗത്തിന് യോജിപ്പുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മർദ്ദനം, അടിച്ചമർത്തൽ അന്ന് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ ആ മർദ്ദനങ്ങളുടെ മുന്നിൽ, അടിച്ചമർത്തൽ ശ്രമങ്ങളുടെ മുന്നിൽ തളർന്നു പോവുകയല്ല, കൂടുതൽ ജനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം വീറോടെ സംഘടിപ്പിക്കാനാണ് പാർട്ടി തയ്യാറായത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിലാകെ പ്രദേശത്ത് അന്നത്തെ പുറത്തിരിപ്പെട്ട ഭക്ഷ്യക്ഷാമത്തിനെതിരെയുള്ള കർഷകരുടെ ഭോജനങ്ങളുടെ മണ്ഡലങ്ങളോടുള്ള ഊക്കേറിയ പ്രക്ഷോഭം ഉയർന്നതാണ്. അന്ന് ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, ജീവിക്കാനൊന്നും വഴിയില്ല, അരി കിട്ടാനേയില്ല. എന്നാൽ ജന്മിമാര് വലിയ തോതിൽ അരി കൂട്ടിവെച്ചിരുന്നു. ആ കൂട്ടിവെച്ച അരി നാട്ടുകാർക്ക് വിതരണം ചെയ്യണമെന്ന ന്യായമായ ആവശ്യമായിരുന്നു പാർട്ടി, കർഷക സംഘം എല്ലാം ആ കാലത്ത് ഉന്നയിച്ചത്. പക്ഷെ അതിന് തയ്യാറല്ല. അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ തന്നെ അതിനെതിരെ കടുത്ത മർദ്ദന നടപടികൾ സ്വീകരിക്കുന്ന നിലയായിരുന്നുണ്ടായത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനങ്ങൾ പട്ടിണി കിടന്നുകൂടാ. ഇത് പൂഴ്ത്തിവെച്ച നെല്ല് ആളുകൾക്ക് വിതരണം ചെയ്താൽ ആ പട്ടിണി ഒഴിവാക്കാൻ പറ്റും. ആ ധാരണയോടെയാണ് ആ കാലത്ത് പാർട്ടി ജനപ്രക്ഷോഭം നടത്തി. അതിന്റെ ഭാഗമായി അന്യായമായി പൂഴ്ത്തിവെച്ച നെല്ല് ആ നെല്ലറയിൽ നിന്ന് പുറത്തെടുക്കാൻ ആ കാലത്ത് ജനങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങളുള്ള കരുതലിന്റെ ഭാഗമായി നേതൃത്വം കൊടുക്കുന്ന നിലയുണ്ടായി. ഇത് കണ്ട് അടങ്ങിയിരിക്കുകയല്ല അന്നത്തെ അധികാരികൾക്ക് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും കടുത്ത രീതിയിൽ വേട്ടയാടാനുള്ള നടപടികളാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. ഇത് നാടാകെ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇതുപോലുള്ള ന്യായീകരണമില്ലാത്ത ആക്രമണം, വേട്ടയാടൽ, അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലേ? ആ പ്രതിഷേധത്തിന് രൂപം കൊടുക്കാൻ ഒരു ആലോചന എന്ന രീതിയിൽ ഇവിടെ മേഖലത്തിന്റെ
നാളിൽ അന്ന് രാവിലെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട സഖാക്കൾ ഒത്തുകൂടുന്ന അവസ്ഥയുണ്ട്. പ്രതിഷേധത്തിന് എങ്ങനെ രൂപം കൊടുക്കണം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് വിവരം അറിഞ്ഞപ്പോൾ അവരെ കൂടുതൽ കടുത്ത രീതിയിൽ വേട്ടയാടാനുള്ള നടപടികളാണ് അന്നത്തെ ഭരണവർഗം സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വം അന്ന് രാജ്യത്തിന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സാമ്രാജ്യത്വം 1947 ആഗസ്റ്റ് 17 നമ്മുടെ രാജ്യം വിട്ടു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഇവിടെ കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അതിന്റെ ഭാഗമായി ഇവിടെ പറഞ്ഞു കുഞ്ഞാപ്പു മാസ്റ്റർ, ചിണ്ടപ്പുതുവാൻ, മുടത്തറ ഗോവിന്ദൻ നമ്പ്യാർ, പനയന്തട്ട കണ്ണൻ നമ്പ്യാർ, പാപ്പനിശ്ശേരി കേളുനായർ, കുറുന്നമ്മൽ കുഞ്ഞിരാമൻ, ഇങ്ങനെ 6 പ്രധാനപ്പെട്ട സഖാക്കളെ, നേതാക്കളെ ആ സ്ഥലത്ത് വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും മറ്റനേക സഖാക്കൾക്ക് അംഗഭംഗം സംഭവിച്ചു. അതിക്രൂരമായ മർദ്ദനമേൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ത്യൻ സാമ്രാജ്യത്വം രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിയെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ ഒട്ടേറെ വലിയ പോരാട്ടങ്ങൾ പിന്നീട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ് മുനിയൻകുന്നിന്റെ സ്ഥാനം വന്നത് അറിയാവുന്നതാണ്. ആ മുനിയൻകുന്ന് രക്തസാക്ഷികളെ എല്ലാ ഘട്ടത്തിലും പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 48-ലാണ് ഈ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നടന്നത്. ആ 48 കാലം എന്നത് അതിഭീകരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്ന കാലമാണ് എന്ന് നാം ഓർക്കണം. ഇനി ഈ മണ്ണിൽ ചെറുപടി വരില്ല എന്ന് പ്രഖ്യാപിച്ച അന്നത്തെ ആ പോലീസിനോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ നടന്ന കുറുവടിപ്പടയുടെ നേതാവിന്റെ പ്രഖ്യാപനം വരെയുണ്ടായി. പക്ഷേ നമുക്കറിയാം, അതിന്റെ ഒരു മുന്നിൽ പാർട്ടി നടന്നുപോയില്ല. കൂടുതൽ വീറോടെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും കടുത്ത മർദ്ദനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും മാത്രമല്ല ഏൽക്കേണ്ടിയുള്ളത്.
ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിലിറങ്ങിയ പോലീസിന്റെ ക്രൂരമായ ഒരുപാട് വൈകൃതങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അമ്മപ്പെന്മാർ ഇരയായി എന്നത് നാം ഓർക്കേണ്ടതായിരുന്നു. ആ സംഭവങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ഈ രീതിയിൽ വേട്ടയാടുന്നത് എന്ന് ചിന്തിക്കുന്നവരെക്കാണ് എല്ലാവരെയും എത്തിച്ചത്. അപ്പോ അവർക്ക് മനസ്സിലായി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും, അവരുടെ ജോലിക്ക് വേണ്ടി ശബ്ദമുയർത്തും, അവരുടെ ജീവിതപ്പെട്ട് നന്നാക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തും, അവരെ അടിച്ചമർത്തുന്ന ദുഷിച്ച സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തും. അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയാണ് എന്ന തിരിച്ചറിവോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ വലിയ തോതിൽ നിശ്ചയിക്കുന്നത്. അതിന്റെ ഫലം നാം കണ്ടു. 48 കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനം ഐക്യ കേരളം 3 ഘട്ടങ്ങളായി കണ്ടിരുന്ന കേരള സംസ്ഥാനം ഒരു സംസ്ഥാനമായി മാറി. ആ 1956 നവംബർ 1 അതിനുശേഷം വലിയ കാലതാമസം ഉണ്ടായില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 57 ഏപ്രിലിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ജനങ്ങൾ മനസ്സോടെ അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിന്റെ ഭാഗമായാണ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രം നാം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ടാവും. ഇവിടെ ജനവിധിയിൽ അധികാരത്തിലെത്തിയ ആ ഗവൺമെന്റ് അവിടെ ഇരുന്നോട്ടെ എന്നല്ല, അന്നത്തെ ഭൂവുടമവർഗം അവർക്ക് അത്തരമൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്നത്തെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥ എല്ലാവരും 1947 ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ചതിന് ശേഷമുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളോ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിന് ഭൂപരിഷ്കരണം, തൊഴിൽ സമരത്തിൽ പോലീസ് ഇടപെടാൻ പാടില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ലഭിക്കും, എന്തെല്ലാം കാര്യങ്ങൾ. ഇത് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അന്നത്തെ കോൺഗ്രസ്. ഭൂപരിഷ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഭൂപരിഷ്കരണത്തെ കുറിച്ച് പണ്ടേ കോൺഗ്രസ് പറഞ്ഞതാണ്.
പക്ഷെ നടപ്പാക്കാൻ പറഞ്ഞതല്ല, അത് പ്രമേയത്തിൽ മാത്രം കിടക്കാൻ പറഞ്ഞതാണ്. കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമമായിരിക്കുന്നു, അധികാര വികേന്ദ്രീകരണത്തിന് നടപടികൾ സ്വീകരിക്കുന്നു. എല്ലാവർക്കും ഏറെക്കുറെ ധാരണയുള്ള വിഷയത്തിലൂടെ വളരെ വിശദമായി ഞാൻ കാര്യത്തിലേക്ക് പോകുന്നില്ല. ആ ഗവൺമെന്റിനെ 2 വർഷം തികയുമ്പോഴേക്കും തീർത്തും ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചു. അതിനുവേണ്ടി കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതൃത്വത്തിൽ അട്ടിമറി സമരം സംഘടിപ്പിച്ചു. ആ അട്ടിമറി സമരത്തെയാണ് വിമോചന സമരം എന്ന് വിളിച്ചത്. യഥാർത്ഥത്തിൽ അത് അട്ടിമറി സമരമായിരുന്നു. ആ അട്ടിമറി സമരത്തിന് ജനങ്ങളുടെ ആകെ പിന്തുണ ഉണ്ടായിരുന്നില്ല, ഗവൺമെന്റ് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റിന്റെ കരാറുകൾ നിശ്ചയിക്കുന്നത് നിയമസഭയാണ്. പിന്നീട് പലവട്ടം സുപ്രീം കോടതി അടക്കം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭൂരിപക്ഷത്തിന് യാതൊരു കുറവും ഒരു ന്യൂനവും ആ ഗവൺമെന്റില്ല. പക്ഷേ തീർത്തും ജനാധിപത്യ വിരുദ്ധമായി ആ ഗവൺമെന്റിനെ തിരിച്ചുവിട്ടു. നാം കണ്ടതാണ് ജനാധിപത്യത്തിന് എത്ര വില കോൺഗ്രസ് കൽപ്പിക്കുന്നു എന്നതാണ് അതിലൂടെ കാണാൻ നമുക്ക് കഴിയും. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലേക്കും ഇപ്പോ ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ വിവിധ ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ വിവിധ രീതിയിലുള്ള കോൺഗ്രസിന്റെ കൊലക്കത്തിക്കിരയാകേണ്ടി വന്ന ഒട്ടേറെ പേരുടെ ഓർമ്മ സ്വാഭാവികമായും കിട്ടിയിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തകരുകയല്ല ചെയ്തു. ഈ ഓരോ ആക്രമണവും ജനങ്ങളെ കൂടുതൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം അണിനിരത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. അതിന്റെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ സ്വാഭാവികമായ ചില ആശയ പ്രശ്നങ്ങൾ ഉയർന്നുണ്ട്. ആ ആശയ പ്രശ്നങ്ങൾ അന്നത്തെ കോൺഗ്രസ്, രാജ്യമാകെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ചില വ്യത്യസ്തതകൾ ഉയർന്നു. അതിനിടയാക്കിയത് ആ കാലത്ത് ഉയർന്നു വന്ന ശക്തമായ റിവിഷനിസ്റ്റ് ധാരണകളായിരുന്നു. ആ റിവിഷനിസ്റ്റ് ധാരണയിലൂടെ ആ ഘട്ടത്തിൽ കോൺഗ്രസുമായി സഹകരിച്ചു പോകണം, ഒരു ദേശീയ ജനാധിപത്യ രീതിയിലേക്ക് പോകണം, ഇതാണ് ആവശ്യം എന്ന നിലയിൽ ചിലർ ചിന്തിക്കുന്ന അവസ്ഥ വരും. ആ ചിന്തയുള്ളവരുടെ കയ്യിൽ പാർട്ടിയുടെ നേതൃത്വം ഒതുക്കാൻ കഴിഞ്ഞപ്പോ മറ്റ് ചിന്താഗതിക്കാരെ കോൺഗ്രസിനോട് അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനിമ നിലനിർത്തിപ്പോകണം എന്ന് വാദിച്ച മറ്റ് സഖാക്കൾക്ക് നേരെ സംഘടനാ രീതിയിൽ നടപടികളടക്കം എടുക്കുന്നതാണ് സ്വീകരിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ്
അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ എവിടം വരെ എത്തി എന്നത് നാം ഓർക്കേണ്ടതാണ്. ഈ കേരളത്തില് പലതരത്തിലുള്ള മർദ്ദന നടപടികൾ സ്വീകരിച്ച കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇത്തരമൊരു പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഏറ്റവും നല്ലത് കോൺഗ്രസുമായി അകന്നു നിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനിമ നിലനിർത്തി പോകണം, അതിന്റെ വിപ്ലവകരമായ അടിത്തറക്ക് ഒരു കോട്ടവും ഉണ്ടാകരുത് എന്ന് വാദിക്കുന്നവരെ ദുർബലപ്പെടുത്തണം എന്നിടത്ത് കോൺഗ്രസ് എത്തി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ചിന്താഗതിക്കാരായ ആളുകളെ ജയിലടക്കുന്ന സ്ഥിതി വന്നത്. CPIM രൂപീകൃതമായപ്പോ ആ CPIMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചു. അന്ന് പുലർച്ചെ ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്കല്ല അന്നത്തെ പാർട്ടി നേതാക്കൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അവരുടെ ഓരോ മുറിയുടെയും വാതിൽക്കൽ പോയി മുട്ടുകയായിരുന്നു പോലീസ്. എന്താ കാര്യം? അറസ്റ്റ് വാറന്റാണ്. അങ്ങനെയാണ് രാജ്യത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. CPIMന്റെ പ്രവർത്തനം ദുർബലപ്പെടുത്തുക, ഇതായിരുന്നു ഉദ്ദേശം. അത് നടന്നു കഴിഞ്ഞപ്പോഴാണ് 1965 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും എല്ലാ കാര്യവും ഓർമ്മയുണ്ടാവും. ഞാനും തൊട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം വിശദമായിട്ട് ഇപ്പോ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സഖാക്കളും ജയിലിൽ, സഖാ VMS പുറത്തുണ്ട്, ബാക്കി എല്ലാവരെയും ജയിലിലടച്ച സാഹചര്യം. ആ ഘട്ടത്തിലാണ് കേരളം CPIMനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയത്. ആ തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി CPIM മാറി. 1965 പാർലമെന്ററി നടപടിക്രമം അനുസരിച്ച് ആ പാർട്ടിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കണം. പക്ഷേ വിളിച്ചില്ല. പിന്നീട് 1967 തെരഞ്ഞെടുപ്പ് നടന്നത്. അത് വേറൊരു ചരിത്രം. ഇതെല്ലാം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാണ് നാം കടന്നു പോന്നിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, ഗൂഢാക്രമണം, പോലീസ് അഴിച്ചുവിട്ടിയ ആക്രമണം, നേതാക്കളെയും പ്രവർത്തകരെയും ജയിലിൽ അടച്ചിട്ടുള്ളത്, ഇതെല്ലാം വിവിധ ഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പാർട്ടിയെ തകർക്കുകയല്ല ചെയ്യുന്നത്, പാർട്ടി കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞാണ് 1970 ശേഷമുള്ള പശ്ചിമ ബംഗാളിലെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരത നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൽക്കത്ത നഗരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടു. ഇവിടെയും ഏഴിലോടും മമ്പറവും തില്ലങ്കേരിയല്ല, നമ്മുടെ മാലൂരിന്റെ തോലമ്പ്രയുമല്ല വലിയ തോതിലുള്ള ഗുണ്ടാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എങ്ങനെയായിരുന്നു ഗുണ്ടാ കേന്ദ്രങ്ങൾ? പോലീസ് ഈ ചെറിയ ബാഗില് ബോംബും ആയുധങ്ങളും വെച്ച് നടക്കുക. പോലീസിന്റെ കൂടെയുള്ള ഗുണ്ടകൾ, അവർക്ക് സംരക്ഷണം പോലീസ്. ഇതായിരുന്നു ഈ കേരളത്തിൽ നടന്നത്.
എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം. പക്ഷേ അതിന്റെ മുന്നിലും തകർന്നു പോവുകയല്ല ചെയ്തത്. അതിന്റെ തൊട്ട് പിന്നാലെയാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ വലിയ തോതിൽ ജനാധിപത്യ സംവിധാനത്തെ തന്നെ വേട്ടയാടുന്ന രീതിയിലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ CPIM-നെതിരെ വ്യാപകമായ അറസ്റ്റ്, പാർട്ടി നേതാക്കളെ, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. ഇതെല്ലാം ആ കാലത്താണ് സംഭവിച്ചത്. നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ നാം അനുഭവിക്കേണ്ടി വന്ന കടുത്ത മർദ്ദനങ്ങൾ അതിജീവിച്ചാണ് നാം മുന്നോട്ട് പോയത് എന്ന് നാം ഓർക്കണം. ഇതിനിടയിൽ 1967 സഖാവ് EMS നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. 1980 സഖാവ് നായനാരുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ഈ മൂന്ന് ഗവൺമെന്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. 57, 67, 80 2 വർഷം ആയുസ്സുണ്ടായിട്ടുണ്ട്. ആ ഗവൺമെന്റുകൾക്ക് ശേഷം പിന്നീടാണ് 5 വർഷം എന്ന രീതിയിൽ വന്നത്. 1982 തെരഞ്ഞെടുപ്പ് നടന്നു. 87 വീണ്ടും നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 96 വീണ്ടും LDF ഗവൺമെന്റിന്റെ അധികാരത്തിൽ വന്നു. പക്ഷേ ഇടപെട്ടായിരുന്നു, 5 വർഷം ഇടപെട്ടായിരുന്നു. 2006 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. പിന്നീട് വരുന്നത് 2016 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇത് നമ്മുടെ സമകാലികമാണ്, എല്ലാവർക്കും നല്ല ഓർമ്മയുള്ളതാണ്. അപ്പോ പൂർണ്ണമായും ആ 5 വർഷം കഴിഞ്ഞ് ഇനി ഞങ്ങളെ ഊഴാണ് എന്നാണ് UDF കരുതിയിരുന്നത്. പക്ഷെ ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂടെയല്ല, LDF തന്നെ തുറന്നു ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ തന്നെ ഭരണഭാരം ഏൽപ്പിക്കുന്നില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത്തരമൊരു കാര്യത്തോട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ കോൺഗ്രസിനോ ഈ പറയുന്ന നിക്ഷിപ്ത താല്പര്യക്കാർക്കോ കഴിയില്ല. 1957 ഒരു ചെറിയ സംസ്ഥാനത്ത് കോൺഗ്രസിന്റേതല്ലാത്തൊരു ഗവൺമെന്റ്, അവർക്കതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. 5 വർഷം നിങ്ങൾ ഭരിച്ചാലും അടുത്ത 5 വർഷം ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയും എന്ന ഉറപ്പിലാണ് കോൺഗ്രസും വലതുപക്ഷവും നിന്നിരുന്നത്. അതാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. അത് കോൺഗ്രസിനോ വലതുപക്ഷത്തിനോ ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ 2021 രണ്ടാമത്തെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം മുതൽ കടുത്ത എതിർപ്പുകൾ, അധിക്ഷേപങ്ങൾ, തീർത്തും ന്യായരഹിതമായ ഇടപെടലുകൾ എല്ലാം ഈ വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഇത് നേരത്തെ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നാം കാണുന്നത്. ഇപ്പോഴേക്ക് രാജ്യത്ത് സംഭവിച്ചൊരു കാര്യമുണ്ട്. വലതുപക്ഷം ഒരു ഘട്ടത്തിലും അടങ്ങിയിരിക്കുന്നില്ല. അത് ലോകത്തിന് ഉദാഹരണം എടുത്താലും
ഇന്ത്യയിൽ ഉദാഹരണം എടുത്താലും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാറ്റിന്റെയും വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. പക്ഷെ രാജ്യത്തിന്റെ അനുഭവം എന്താ? അതിപ്രശസ്തമായ രീതിയിൽ പടിഞ്ഞാറൻ ബംഗാളിൽ ഇടതുപക്ഷ മുന്നണി നേതൃത്വമുള്ള ഭരണം നടത്തുന്നു. എല്ലാവരും സമ്മതിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഭരണം. ചില പ്രത്യേക പ്രശ്നങ്ങൾ വല്ലാതെ ഊതികൂർപ്പിച്ച് അതിന്റെ മേലെ ഉയർത്തിയ വികാരത്തിന്റെ മേലെ ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നു. അത് വലതുപക്ഷ അജണ്ടയായിരുന്നു. ആ വലതുപക്ഷ അജണ്ടയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന് തിരിച്ചടിയേൽക്കുന്നു. ആ തിരിച്ചടി പിന്നീട് നാം കണ്ടത് അവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ ആകെ തകർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആ നാടിനെ തള്ളിവിടുന്നു എന്നുള്ളതാണ്. ഇപ്പോ പടിഞ്ഞാറൻ ബംഗാളിലെ അവസ്ഥ അതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ അതിപ്രശസ്തമായ രീതിയിലുള്ള ഭരണം നടത്തിയതാണ് വളരെ ചെറിയൊരു സംസ്ഥാനം ത്രിപുര. മാതൃകാപരമായ ഭരണം. ആർക്കും ഒരാക്ഷേപവും ഭരണത്തെക്കുറിച്ചോ അത് നേതൃത്വം കൊടുത്തവരെ കുറിച്ചോ പറയാനില്ല. എങ്ങനെയാ അട്ടിമറിച്ചത്? ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ ക്രൂരമായി അട്ടിമറി നടക്കുമെന്നതിന്റെ തെളിവാണ് ത്രിപുര. പൂർണ്ണമായ അട്ടിമറി നടന്നു. എന്തേ കാരണം? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ 6 പേരുടെ ഫോട്ടോ അവിടെ വെച്ചില്ലേ? ആ 6 പേർക്കിവിടെ ജീവിക്കാൻ അർഹതയുണ്ടായിരുന്നു. അവരെയാണ് പച്ചയായ ജീവനോടെ വെടിവെച്ച് കൊന്നത്. കമ്മ്യൂണിസ്റ്റുകാരായാൽ വെടിവെച്ച് കൊല്ലാം. കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊല്ലാം. എത്രയെത്ര ഉദാഹരണങ്ങൾ. ഇതായിരുന്നു മനോഭാവം. ആ മനോഭാവത്തിന്റെ ബീഭത്സമായ രൂപങ്ങളാണ് ഇന്നിവിടെ കിട്ടാറുള്ളത്. എന്താ ഫലം? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പവിത്രതയെക്കുറിച്ച് വലിയ തോതിൽ കൊട്ടിഘോഷിക്കാറില്ലേ നമ്മളെല്ലാവരും? ആ രാജ്യത്തിന്റെ ഒരു ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ആയതുകൊണ്ട് പലരുടെയും കണ്ണങ്ങ് അടഞ്ഞു പോകുന്നു. അതിന് നേരെ കാണുന്നില്ല, അത് കേൾക്കുന്നില്ല, അതിനെക്കുറിച്ച് ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവരുടെ അപദാനങ്ങൾ അപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ രാജ്യത്തിന്റെ അനുഭവം? നമ്മുടെ മനസ്സിൽ വേണം, ഇതാണ് രാജ്യത്തിന്റെ അനുഭവം, നമ്മുടെ അനുഭവം. ആ അനുഭവമുള്ള രാജ്യം ഇവിടെ മറ്റൊരവസ്ഥ കാണുകയാണ്. വലിയ തോതിലുള്ള ഇടപെടൽ. എല്ലാ വലതുപക്ഷ ശക്തികളും ഏകോപിതമായി നീങ്ങുന്നു. എന്തിന്? LDFന്റെ തുടർഭരണം, LDFന്റെ ഭരണം അത് അവസാനിപ്പിക്കണം. ഇതാണ് ആവശ്യം. അതിനുവേണ്ടി സർവസന്നാഹവും കൂട്ടുന്നു. എന്നാൽ ജനങ്ങൾ അതിനോടൊപ്പം ഉള്ളോ? എന്തേ ജനങ്ങൾ അതിനോടൊപ്പം ഇല്ലാത്തത്? ഇത് മറ്റൊട്ടേറെ പ്രത്യേകതകൾ ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്.
ആ പ്രത്യേകത രാഷ്ട്രീയ രംഗത്തെടുത്താൽ ഇന്ത്യയാകെ കോൺഗ്രസ് എന്ന പാർട്ടി കൊടികുത്തി വാഴുന്ന കാലം, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരിക്കുന്ന കാലം ഈ കേരളമാണ്. ഞങ്ങളിവിടെ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടെടുത്ത് മറ്റൊരു ഗവൺമെന്റ് 1957 രൂപീകരിച്ചത്. എന്തുകൊണ്ടാണത് കഴിഞ്ഞത്? അവിടെയാണ് കേരള തനിമ. കേരളത്തിന് പ്രത്യേകതയുള്ളത്. ഭേദചിന്തയില്ലാതെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിലേക്കാണ് ശക്തമായ നിലയിൽ നടന്ന സംസ്ഥാനങ്ങൾ വേറെയുണ്ട് കേട്ടോ. പക്ഷെ അവിടെയുള്ളതുപോലെയല്ല കേരളം. കേരളത്തിലുണ്ടായ പ്രത്യേകത എന്താണ്? ആ നവോത്ഥാനത്തിന്റെ കർമ്മങ്ങളെല്ലാം പാരമ്പര്യമാകെ ഏറ്റെടുക്കാനും നടപ്പാക്കാനും ഇവിടെ തുടർച്ചയുണ്ടായി. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്തത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഒരു പ്രത്യേക തരം സംസ്കാരം രൂപം കൊണ്ടു. ആ സംസ്കാരം ജാതിഭേദ ചിന്തയില്ലാതെ ആളുകൾക്ക് വഴി വസിക്കാൻ കഴിയുന്നൊരു സ്ഥലം എന്നുള്ളതാണ്. ഇത് ഓരോ ഘട്ടത്തിലും നാം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വയനാട് ദുരന്തം എത്ര കടുത്ത ദുരന്തമായിട്ടാണത് മാറിയത്. അതിൽ വേദനിക്കാത്തവരില്ല, എല്ലാരെയും വേദനിപ്പിച്ചു. നമ്മുടെ നാടിന്റെ പ്രത്യേകത മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു, ഒരു ഭേദചിന്തയുമില്ല. എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത്, എല്ലാ കാര്യത്തിലും ഒന്നിച്ച്. ചില അപശബ്ദമൊന്നും ആരും മുഖവിലെടുക്കാൻ പോയില്ല. അത്ര ഏകോപിതമായ നീക്കത്തിനാണ് പ്രാമുഖ്യമുണ്ടായത്. അതല്ലേ വസ്തുത? അത് രാജ്യം അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു. നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങൾ ഉണ്ടാവണം. എല്ലാവരുമായും ആലോചിക്കുന്നു. എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തും. ഒരു കാര്യം ഉറപ്പ്, നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും. ലോകത്തിന്റെ എല്ലാ മാതൃകകളും നാം അതിനായി സ്വീകരിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓടിയെത്തി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് ചെലവഴിച്ചു. നമുക്ക് നമ്മുടെ നാട് തന്നെയുള്ള കുറവ്, നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല എന്നുള്ളതാണ്. ആവശ്യമായ സഹായം ലഭ്യമാകണം. കേന്ദ്രത്തിൽ സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരു അനുഭവം സഹായം ലഭിച്ചതല്ല. വലിയ ദുരന്തത്തിന് അതിന് പറ്റിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പുതിയ ദുരന്തഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നുകൊണ്ട് സഹായിക്കാൻ
കേന്ദ്ര സർക്കാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നല്ലോ. പുതിയ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് രാജ്യത്തെ ഒന്നായല്ല കണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിനെതിരായ ഒരു ബജറ്റായിരുന്നു അത്. കേരളമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പട്ടികയിലില്ല. ബജറ്റിലൂടെ വീതം വെക്കുന്ന പണം അത് രാജ്യത്തിന്റെ പൊതുപണമാണ്. രാജ്യത്തിന്റെ പൊതുപണം എല്ലാവർക്കും അതിൽ പങ്കിട്ട് ചെറുതും വലുതുമായ പങ്ക് എല്ലാവരും നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ഓഹരി എല്ലാവർക്കും ലഭിക്കണം. ആ ഓഹരി ലഭിച്ചില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചില്ല. നമുക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളെ ആ ബജറ്റ് രേഖയിൽ തന്നെ പുറത്താക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും സംസ്ഥാനത്തെ പ്രത്യേകമായി പ്രകടിപ്പിക്കണമെങ്കിൽ അവർ ആലോചിക്കേണ്ട കാര്യമാണ് എന്താണെന്നുള്ളത്. പക്ഷെ മറ്റുള്ളവരുടെ അനീതി ചെയ്യാൻ പാടുണ്ടോ? മറ്റുള്ളവർക്ക് അർഹമായത് നിഷേധിക്കാൻ പാടുണ്ടോ? അതാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഫെഡറൽ തത്വത്തിന് എതിരായുള്ള നടപടിയാണ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ് ഒഴിവാക്കി നിർത്തുക. ദക്ഷിണേന്ത്യയിൽ കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്ത് നൽകി ഈ ബജറ്റ് ആ സംസ്ഥാനങ്ങൾക്ക്? ഓരോ സ്ഥലവും പരിശോധിച്ചാൽ ഇതാണ് കാണാൻ കഴിയുന്നത്. ഇത് നീതിയല്ല, ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല. രാജ്യത്തെ ഒരേ രീതിയിൽ കാണാൻ കഴിയണം. രാജ്യത്തിന്റെ ആകെ പണമാണ് വീതിക്കുന്നത്. അതിൽ കൃത്യമായ നീതിബോധം ഉണ്ടായിരിക്കണം. കേരളത്തെ ഇത്ര കണ്ട് പക്ഷപാതിത്വപരമായി സമീപിച്ച ഒരു ബജറ്റും ഇതിനു മുൻപ് പാർലമെന്റ് കണ്ടിട്ടില്ല. അത്രമാത്രം കേരളത്തെ അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മള് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. ആ പാക്കേജ് ആവശ്യപ്പെടുന്നതിന് ഇടയാക്കിയ കാരണങ്ങളുണ്ട്. ഒന്നും പരിഗണിക്കാൻ തയ്യാറായില്ല. ഇവിടെ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്നുവെന്നത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ദേശീയപാതക്ക് കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുത്തത് 6,000 കോടിയോളം രൂപയാണ്. എങ്ങനെ കൊടുത്തത്? കടമെടുത്തിട്ട്. അതാണ് കടത്തിന്റെ പരിധിയിൽ പെടുത്തുന്നത്. നമ്മൾ പറഞ്ഞു അതെങ്കിലും ഒഴിവാക്കിയില്ല. ഒരു സർക്കാരിനോട്, ഒരു സംസ്ഥാനത്തോട് ഇത്തരത്തിലുള്ള ക്രൂരമായ അവഗണന കാണിക്കാൻ പാടുണ്ടോ? ഇന്ത്യയുടെ പ്രശസ്തി വരുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലാണ്.
ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് സംസ്ഥാനം നല്ല മുൻകൈ എടുത്തു. അതിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ വേണം. അതിനുവേണ്ടി ഒരു വിസിൽ പാക്കേജ് 5000 കോടി രൂപ നാം ആവശ്യപ്പെട്ടു. കേട്ട ഭാവം നടിച്ചില്ല. നമ്മളെല്ലാം ഈ ആധുനിക കാലത്താണല്ലോ ജീവിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യണ്ടേ? ഈ റെയിൽ സൗകര്യം എന്തെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ? റെയിൽവേക്ക് ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും തുക വെച്ചോ? എത്രയാണെന്നറിയോ? എറണാകുളം ഷൊർണൂർ 3-ാം പാത എത്രയാ പണം? 5 ലക്ഷം രൂപ. ആ പരിഹസിക്കരുത്. പുതിയ പാതയുണ്ടോ? പുതിയ ട്രെയിനുണ്ടോ? ഉള്ളതിന് വേഗത കൂട്ടാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? വേഗതയുള്ള ട്രെയിൻ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം നടന്നപ്പോൾ അതിന്റെ കൂടെയുണ്ടോ? എല്ലാത്തിനും തടസ്സമല്ലേ? യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. അതിനാനുപാതികമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏത് സമ്മാനം എടുത്താലും കേരളത്തിൽ എയിംസ് പറ്റില്ല. എന്താ കാര്യം? എയിംസ് കേന്ദ്ര ഗവൺമെന്റ് എന്താണ്? മറ്റതൊക്കെ കേരളത്തിലെ ആരോഗ്യരംഗം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് രാജ്യം പറയുന്നു നിങ്ങളാണ് ഒന്നാമത്, എല്ലാ വർഷവും പറയുന്നു നിങ്ങളാണ് ഒന്നാമത്. എയിംസ് ഇല്ല. ഇതിൽ പരം അവഗണന കാണാൻ കഴിയുമോ? നമുക്ക് ഒരു ഭാഗത്ത് തീരദേശം 590 കിലോമീറ്റർ, വേറൊരു ഭാഗത്ത് മലയോരം. തീരദേശത്ത് അതിൻ്റെതായ പ്രശ്നങ്ങൾ, കടന്നു കയറുന്ന ഒരു പാക്കേജ് നാം ആവശ്യപ്പെട്ടു. കേട്ട ഭാവമില്ല. മനുഷ്യ വന്യജീവി സംഘർഷം മലയോരത്ത് ഫലപ്രദമായ നടപടി സ്വീകരിക്കണം, പണം വേണം ആവശ്യപ്പെട്ടു. ഒരു പ്രതികരണവുമില്ല. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതം കഴിയാവുന്നത്ര പ്രയാസത്തിലാക്കണം. ഇതാണ് ഉദ്ദേശം. അതിനുവേണ്ടി സാമ്പത്തികമായി ജനിക്കുക. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള റബ്ബർ, ഏലം, കുരുമുളക്, തേയില അങ്ങനെയുള്ള നാണ്യവിളകളിൽ എല്ലാം ഇറക്കുമതി ചെയ്യേണ്ടി ഇഷ്ടംപോലെ. കൃഷിക്കാരുടെ വയറ്റത്തടിക്കേണ്ടി. ഇതിൽ പരം ദ്രോഹം ചെയ്യാനുണ്ടോ? ഒരു നേട്ടവുമില്ല. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ നാടിനെ, നമ്മുടെ ജനങ്ങളെ ആകെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇത് പ്രതിരോധിച്ചേ തീരും. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം. കേരളം അത് ഭംഗിയായിട്ട് നിർവഹിക്കുക. വലതുപക്ഷ അജണ്ടയല്ല കേരളത്തിൽ നടപ്പാക്കുന്നത്. കേന്ദ്രം നടപ്പാക്കുന്ന വലതുപക്ഷ അജണ്ടയ്ക്ക് കൃത്യമായ ബദൽ ഓരോ കാര്യത്തിലും കേരളത്തിനുണ്ട്. ആ നിലയിൽ തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇത് തകർക്കാനാകുമോ എന്നാണ് നോക്കുന്നത്.
വലതുപക്ഷ ചിന്താഗതി ഒന്ന്, ഇടതുപക്ഷ ചിന്താഗതി ഒന്ന്. ആ ഇടതുപക്ഷ ചിന്താഗതിയിൽ മുനിയംകുന്ന് രക്തസാക്ഷികളടക്കമുള്ള നമ്മുടെ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അവർ മനസ്സിൽ കൊണ്ടു നടന്ന മോഹമുണ്ട്. ആ മോഹത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുണ്ട്. ഇപ്പോ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ കേന്ദ്ര ഗവൺമെന്റ്, സാമ്പത്തികമായി ജനിക്കുന്നതിന് വേണ്ടി ഒരുപാട് നടപടികളെടുത്തു. ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയാണ്. ഇപ്പൊ ഓണം വരാൻ പോകുന്നു. ഓണഘട്ടത്തിൽ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി സർക്കാർ ആഘോഷം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടില് ഓണമായിട്ട് നടക്കുമല്ലോ. അതിന്റെ ഭാഗമായി നേരത്തെ എന്തെല്ലാം നടന്നിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നിർവഹിക്കുകയാണ്. ആരും പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. അത് രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കണം. LDFനെതിരെയുള്ള നീക്കം യഥാർത്ഥ ഉന്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ഓർത്തോളൂ. ഈ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്. ഇതിനെ ശരിയായ ധാരണയോടെ എതിർത്തു പോകാൻ നമുക്ക് കഴിയുന്നു. ഒരു തരത്തിലും വലതുപക്ഷത്തിനിവിടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിന്റെ പ്രത്യേകത അതാണ്. ആ പ്രത്യേകത നേരാണ്. RSS ഉയർത്തുന്ന ചിന്താഗതിക്കെതിരെയുള്ള പൊതുചിന്തയാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നിരുന്നത്. എല്ലാ നവോത്ഥാന നായകന്റെയും, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യങ്ങളെടുത്താൽ ഓരോന്നും RSSന്റെ മുഖത്തേൽക്കുന്ന അടിയായി മാറും. അതാണ് കേരളം. ഈ കേരളം ആ നവോത്ഥാന സത്പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും CPIMനെയും കണ്ണിലെ കരടായി കാണുന്നുണ്ടെങ്കിലും ജനങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണ്. മൺമറഞ്ഞുപോയ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നാം ഇവക്കെതിരെയുള്ള പ്രതിരോധം ശരിയായ രീതിയിൽ തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. കൂടുതൽ ശക്തമായ രീതിയിൽ വലതുപക്ഷ അജണ്ട തുറന്നു കാണിക്കാനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ മുനിയംകുന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ മുനിയംകുന്ന് രക്തസാക്ഷികൾക്ക് രണ്ട് സ്ഥലത്താണ് സാധാരണഗതിയിൽ പരിപാടികൾ നടത്താറുള്ളത്. ഒന്ന് സംഭവം നടന്ന മുനിയംകുന്ന് ഈസ്റ്റോലരിയിലാണ്. മറ്റൊന്ന് വെടിയേറ്റ് മരിച്ച 6 സഖാക്കളെ കൊണ്ട്
സംസ്കരിച്ചത് ഇവിടെയാണ്. ആ നിലയിൽ സംഭവം നടന്ന സ്ഥലവും അതുപോലെ തന്നെ അവർ സംസ്കരിച്ച സ്ഥലവും എന്ന നിലയിൽ എല്ലാ വർഷവും വളരെ വിപുലമായ പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ പഴയ വെയ്യൂർ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ പെരുങ്ങും ഏരിയ കമ്മിറ്റിയും നേരത്തെ തീരുമാനിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്മാരകം നിർമ്മിക്കണം എന്നുള്ളത്. അതിന്റെ ഉദ്ഘാടനം കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിക്കണമെന്നുള്ള തീരുമാനം ഇന്ന് നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് നടന്ന ധീരമായ ഒട്ടേറെ പോരാട്ടങ്ങൾ, സമരങ്ങൾ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ജനങ്ങളത് തിരിച്ചറിയുന്നു, എതിരാളികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. ജനങ്ങൾ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ സാമ്രാജ്യത്വവും ജന്മിത്വവും പോയെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ രീതിയിൽ നവ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും അതിനെയൊക്കെ ശക്തിപ്പെടുത്തുന്ന വർഗീയതയും ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ആ മുദ്രാവാക്യം പുതിയ രൂപത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുനയംകുന്ന് രക്തസാക്ഷികളുടെ ധീരമായ സ്മരണ നമുക്ക് പ്രചോദനം നൽകും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഇനിയൊരു പ്രസംഗത്തിലുള്ള അന്തരീക്ഷം ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ആഹ്ലാദകരമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് ഒരു വൻ ജനാവലി ഇവിടെ ഇന്ന് തടിച്ചുകൂടിയത്. കുറെ നാളായി നമ്മൾ മുനയംകുന്ന് രക്തസാക്ഷി മന്ദിരം നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായിയെ തന്നെ കിട്ടണം എന്നുള്ള നിലയിലാണ് ഞാൻ എന്തായാലും വരും എന്ന അദ്ദേഹത്തിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ കാത്തിരുന്നത്. ആ ഒരു ആഗ്രഹമാണ് ഇന്ന് സാഫല്യത്തിലെത്തിയത്. വളരെ ശ്രദ്ധേയമായ നിലയിൽ ഈ കെട്ടിടം നാടിന്റെ ഒരു പൊതുസ്വത്തായി രൂപപ്പെടുത്തുന്നതിൽ CPIMന്റെ പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്കും അതിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചിട്ടുള്ള കരാറുകൾ ഉൾപ്പെടെയുള്ളവർക്കും നമ്മൾ ആഗ്രഹിച്ചതിന് അനുസൃതമായി ആ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നതിന് നാടിന് സമർപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ നിലയിൽ ജനങ്ങളുടെ, പാർട്ടി പ്രവർത്തകരുടെ നിർലോഭമായിട്ടുള്ള പിന്തുണയോടുകൂടിയിട്ടാണ് ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാനായത്. വലിയ നിലയിൽ CPIMനെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റങ്ങളും ഈ പ്രസ്ഥാനത്തിൽ ദുർബലപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുമെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ കരുത്തിൽ, ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള തിരിച്ചടികളോ കാര്യങ്ങളോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുത്തരിയല്ല എന്ന ബോധ്യത്തോടുകൂടി കൂടുതൽ ശക്തമായി, കൂടുതൽ വിപുലമായി, ആഴത്തിലും പരപ്പിലും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി പോവുക എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്രവർത്തനത്തിൽ ഏകോപിതമായിട്ട് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും സഹായകരമായി ഈ പാർട്ടി ഓഫീസ് നമുക്ക് തുടർന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് മുനയംകുന്ന് രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ സർവ്വ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ശക്തമായ പാർട്ടി
ഏരിയ ഘടകങ്ങളിലൊന്നായ പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് സ്വന്തമായ ഒരു ഓഫീസ് കെട്ടിടം ഇല്ല എന്ന പ്രശ്നം 2003 മുതൽ ഏരിയ കമ്മിറ്റി രൂപീകരിച്ച കാലം മുതൽ അതിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചതാണ്. 2003 ഏരിയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിന്റെ ഓഫീസ് പെരിങ്ങോത്തായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാം. പിന്നീട് പാടിച്ചാൽ മുനിയൻകുന്ന് രക്തസാക്ഷി നഗരിലേക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഒരു ഭാഗം ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ലഭ്യമാക്കുകയും അവിടെയാണ് ഈ ദിവസം വരെ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിച്ചു വന്നത്. സ്വന്തമായ ഒരു ഓഫീസ് നിർമ്മിക്കാൻ 2017 അതിന്റെ നിർമ്മാണത്തിന് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് പി ജയരാജൻ ഈ മണ്ണിൽ തറക്കല്ലിട്ടതാണ്. 2021 നമുക്കിതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞത്. രക്തസാക്ഷി സ്മാരക സ്തൂപം നേരത്തെ പൂർത്തീകരിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ പാർട്ടിയുടെയും വർഗ ബഹുജന പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്കും മുന്നേറ്റത്തിലും ഈ പുതിയ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തനം സഹായമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കെട്ടിട നിർമ്മാണത്തിൽ ലഭിച്ച വലിയ പിന്തുണ ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ രക്തസാക്ഷി സ്മാരക സ്തൂപം നിർമ്മിച്ചത് ഈ ഏരിയയിലെ 4000-ഓളം വരുന്ന പാർട്ടി അംഗങ്ങളുടെ സംഭാവന കൊണ്ട് മാത്രമാണ്. അതിൽ കർഷക തൊഴിലാളികൾ മുതൽ വിവിധ തരത്തിലുള്ള ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഈ രക്തസാക്ഷികളുടെ ഓർമ്മ സ്മരണ ഉയർത്തിപ്പിടിക്കാനുള്ള രക്തസാക്ഷി സ്മാരക സ്തൂപം നിർമ്മിക്കാൻ അവർ സംഭാവന നൽകുകയായിരുന്നു. ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയമായി CPM-നോടൊപ്പമല്ലാത്ത ജന വിഭാഗങ്ങൾ അവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കറിയാം CPM-നോടുള്ള രാഷ്ട്രീയ വിയോജിപ്പിനപ്പുറം ഈ നാടിൽ CPM നിർവഹിക്കുന്ന പങ്കെന്താണ്. രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നാടിന്റെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ പാർട്ടിയുടെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് അവർക്കും അറിയാം. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഓഫീസ് നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാം പാർട്ടിക്കുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി യോഗം ചേരാനും ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാത്രമല്ല ഈ മുനിയൻകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം ഉപയോഗിക്കാൻ പോകുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവർക്ക് പാർട്ടിയുമായി പങ്കുവെക്കാൻ ഏത് പ്രശ്നമുണ്ടോ, ഏത് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവർക്ക് പാർട്ടിയുടെ സഹായം ആവശ്യമുള്ളത്, അവർക്കെല്ലാം ഇവിടത്തേക്ക് കടന്നു വരാം. ഒരാളോടും നിങ്ങളുടെ രാഷ്ട്രീയം ഏത്, നിങ്ങളുടെ നിലപാടെന്ത് എന്നതല്ല, അവർ ഉന്നയിക്കുന്ന, അവർ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ പാർട്ടിക്ക് ഏതളവിൽ ഏത് തോതിൽ പരിഹാരം കാണാൻ കഴിയും എന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പൊതു ഇടമാണ്, ഒരു പൊതു കേന്ദ്രമാണ് മറ്റെല്ലാ പാർട്ടി ഓഫീസുകൾ എന്നതുപോലെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസും തുടർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മേഖലയിൽ നമുക്ക് കൂടുതൽ കരുത്തോടെ പോകാൻ, കൂടുതൽ ശക്തമായി നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കാൻ ഈ ഓഫീസ് കെട്ടിടവും ഈ കെട്ടിടത്തിൽ ഇനി നാം നടത്തുന്ന ഇതിലെ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനവും ഇതിനെ അടിസ്ഥാനപ്പെട്ട പ്രവർത്തനങ്ങളും നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകും. കാരണം ഇവിടെ സദാ മിടിച്ചു നിൽക്കുന്ന മുനിയൻകുന്ന് രക്തസാക്ഷികളുടെ ഹൃദയസ്പന്ദനമുണ്ട്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്വം വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ പാവപ്പെട്ടവന്റെയും ദുർബലന്റെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളാകെയും പ്രശ്നങ്ങളെ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായി ഈ രക്തസാക്ഷികളുടെ സ്മരണയും അവരുടെ ഹൃദയമിടിപ്പും ഈ മണ്ണിലുണ്ട്. അത് ഞങ്ങൾക്ക് വഴികാട്ടിയായി, മാർഗദർശകമായി, വഴിതെറ്റാതെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി നിലകൊള്ളും. ആ സ്മരണ നെഞ്ചേറ്റി ആ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നീ സന്ദർഭത്തിൽ ഞങ്ങളെ പിന്തുണച്ച എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ
മന്ദിരം നിർമ്മിക്കാൻ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നിർമ്മാണ കമ്മിറ്റിയുടെ പേരിൽ ഇതിനുവേണ്ടി രൂപീകരിച്ച സംഘാടക സഭയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.